ഇതാണല്ലേ, ഇതിപ്പോൾ നമ്മൾ സാൻഡർ അടിച്ചു കേട്ടോ. സാൻഡർ അടിച്ചതിൻ്റെ ഇതാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. നല്ല മിനുത്ത സാൻഡർ അടിച്ച് നല്ല ചുരുക്കാക്കി വെച്ചിട്ടുണ്ട്. ഇത് എങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്, പറയേണ്ടത്. അതായത് ഇത് പ്രൊഫഷണലായിട്ട് ചെയ്ത ഒരാളല്ല, ഞാൻ തന്നെ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പരാജയങ്ങൾ ഇതിലുണ്ടായിരിക്കും. ഇനി നമുക്കിത് ചെറുതായിട്ടൊരു പോളിഷിൻ്റെ കളറും കൂടെ കൊടുത്താൽ, അതായത് ആ ഇതിനെ വെറുതെ തേച്ചാൽ മതി, ക്ലിയർ അടിച്ചാൽ മതിയാവും. ഇത് നമുക്ക് ഈ ഭാഗത്താണ് വെക്കേണ്ടത്. ഇങ്ങനെ ഇരിക്കുകയാണ് ചോദിച്ചോളൂ. ചുമരുമ്പോൾ ഇങ്ങനെ ചാരി ഇങ്ങനെ ഇരിക്കും അല്ലേ, ആവും തോന്നുന്നുണ്ട്. പിരിക്കില്ലല്ലോ, നേരത്തെ നമ്മൾ വെച്ച പിരിഞ്ഞു. ഇതെങ്ങനെ അയ്യോ പോണു. നേരത്തെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇരുന്നിരുന്നു. ഇനിയിപ്പോൾ ഇത് വീണിട്ടാണ് പൊട്ടിയാണ്ടല്ലോ ഞാൻ ഇരുന്ന് കരയേണ്ടി വരും. കാരണം നമ്മൾ ഇത്രയും ഒരുപാട് ദിവസമായി ഞാൻ ഇതിൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട്. അതായത് ഈ ഒരു സാധനം കിട്ടാൻ വേണ്ടിയിട്ടേ, ഈ മച്ചിൻ്റെ കോണി കിട്ടാൻ വേണ്ടിയിട്ട് അവരെ കണ്ടിട്ട് അവരെ ഒരുപാട്, അതായത് ഒന്നാമത് അവർക്ക് ഇതിനെപ്പറ്റി അറിയില്ലായിരുന്നു, അവരെ വീട്ടിൽ ഈ സാധനമുള്ള കാര്യം. നമ്മൾ പോയി ഇതൊക്കെ കയറി കാടും പിടിച്ച് അതിൻ്റെ വീഡിയോകൾ കണ്ടല്ലോ. കാരണം അത്രയും റിസ്ക് പിടിച്ചൊരു ഏരിയയിലായിരുന്നു സാധനം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഏകദേശം വെറുതെ വെച്ചിട്ടുണ്ട് കേട്ടോ. സംഭവം കണ്ടങ്ങൾ ഇതേമാതിരിയാണ് ഇപ്പോൾ നമ്മൾ വയ്ക്കാൻ ഉദ്ദേശിച്ചുള്ളത്. ചെറിയൊരു ഹൈറ്റ് ഇവിടെ ഉണ്ടായിരിക്കും. കാരണം ഓൾറെഡി നമ്മളിവിടെ ഇങ്ങനെ കയറുന്ന സമയത്ത് അല്ലേ, കോണി ഇങ്ങനെ കയറുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ഇതുണ്ടായിരിക്കും. ഇപ്പോൾ ശരിക്ക് ആ മച്ചിൻ്റെ പിടി ശരിക്ക് ക്ലിയറായിട്ട് കാണുന്നില്ല ഉണ്ടോ? ഇപ്പോൾ ക്ലിയറായിട്ട് കാണുന്നുണ്ട്. ഇതിപ്പോൾ വെറുതെ ഇവിടെ വെച്ചതാണ്. ഇനി നമുക്കത് അതിൽ പിടിപ്പിക്കണം. അത് ഇനിയിപ്പോൾ നമ്മൾ ആശാരീൻ്റെ വർക്കാണ്. അവരാണ് അതിൻ്റെ എത്രത്തോളം ഭംഗിയാക്കി വയ്ക്കാൻ പറ്റുമെന്നുള്ള കാര്യം തീരുമാനിക്കുക. ഇനി അതിലിങ്ങനെ കയറണ കാണിച്ചു തരാം. സ്റ്റെപ്പ് ഇങ്ങനെ കയറുമ്പോൾ അപ്പോൾ നമുക്കിവിടെ പിടുത്തം കിട്ടി അല്ലേ. കയറണവർക്ക് നല്ല സുന്ദരമായിട്ട് പിടുത്തം കിട്ടും. ഇവിടെ അത് കഴിഞ്ഞ് ഇവിടെ നേരെ ഇവിടെ എത്തുമ്പോഴേക്കും പിന്നെ നമുക്കിവിടെ മേലേക്കൊരു പിടുത്തം വരും കമ്പീൻ്റെ. അപ്പോൾ ഈ കമ്പീൻ്റെ പിടുത്തം എന്ന് പറയുന്നത് ഇത് അവരോട് ഒന്നുകൂടി താഴത്തേക്കൊരു സ്ട്രോങ് കൊടുക്കാൻ പറയണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെയും കൂടി ഒരു പിടുത്തം ഉണ്ടാവും. കാരണം ഈ ഒരു ഏരിയ ഇവിടെ കവർ ചെയ്ത് പോകണമെങ്കിൽ ഇവിടെ ഒരു പിടുത്തം കൂടി വേണ്ടി വരും. ഇങ്ങനെ പിടിച്ച് പോവും. ഇതാണിപ്പോൾ നമ്മളെ മേലെ നിന്നുള്ള കാഴ്ച കേട്ടോ. അടിപൊളിയല്ലേ? ഈ എങ്ങോട്ടായി വരുന്നേ? അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ന് വാങ്ങിയ കോണീൻ്റെ ഹാൻഡ് റെയിൽ. 500 രൂപ ഇതിൻ്റെ റേറ്റ്. ഇതിപ്പോൾ സാൻഡർ അടിക്കാൻ ഏകദേശം എനിക്കൊരു 3/4 മണിക്കൂറിൻ്റെ അടുത്ത് വന്നു. മൊത്തം സാൻഡർ അടിച്ച് വൃത്തിയാക്കി. ഇനിയിപ്പോൾ ഈ ഒരു സാധനങ്ങളൊക്കെ ഇതിപ്പോൾ ഞാൻ സാൻഡർ അടിക്കാത്ത വേറൊന്നുമല്ല, അതിന് ഒഴിവാക്കി കളയാനുള്ള. കാരണം ഇതൊക്കെ ചെതൽ പിടിച്ച് പൊട്ടിപ്പോയി. അപ്പം ഇനി അതിൻ്റെ ആവശ്യം ഇല്ല. അപ്പം ഇനി പുതിയത് നമ്മൾ വെക്കുന്ന സമയത്ത് ഇതൊക്കെ നല്ലതാണ്. പക്ഷേ ഇതും എല്ലാം മാറ്റാന്നുള്ള ഉദ്ദേശമാണ്. എല്ലാം ഒരേപോലെ ആകെ 4 ആവശ്യമല്ലേ ഉള്ളൂ. ഒരു ചെറിയൊരു കഴിക്കോല് വാങ്ങിയാൽ ഒരു 100-150 റുപ്യേൻ്റെ ഒരു കഴിക്കോല് വാങ്ങിയാൽ തീരാവുന്നേ ഉള്ളൂ. അതിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നല്ല വൃത്തിയിൽ തന്നെ വെക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കാം. താങ്ക്